ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും V2-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് യൂട്യൂബിലെ ആസ്ക് എന്ന ഫീച്ചർ ഉപയോഗിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ആസ്ക് എന്ന ഫീച്ചർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആസ്ക് എന്ന ഫീച്ചർ നമ്മളൊരു വീഡിയോ കാണുകയാണെങ്കിൽ അതിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളൊക്കെ നമുക്ക് AI-യോട് ചോദിക്കാം. ജെമിനി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ യൂട്യൂബിലെ യു എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത്, നിങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ വീഡിയോ ചില ചാനലുകളിൽ മാത്രമേ വരൂ, ഈ ചില വീഡിയോകളിൽ മാത്രമേ ഈ ഫീച്ചർ വരികയുള്ളൂ, ഈ ആസ്ക് എന്ന ഫീച്ചർ. അപ്പം നമ്മുടെ വിഷൻ വേൾഡിലെ ഒരു വീഡിയോയിൽ ആ ഫീച്ചർ ഉണ്ട്. അപ്പം നമ്മുടെ ചാനലിലേക്ക് പോവുകയാണ്. നമുക്ക് ആദ്യം ഒരു വീഡിയോ ആണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്, ചാനലിലൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇന്ന് വന്ന, ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വന്ന വീഡിയോ ആണ്. അപ്പോൾ chess.comനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അത് കാണാത്തവർ ചാനലിൽ വന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ വീഡിയോ പ്ലെയറിലെ കൺട്രോൾസ് ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓക്കെ, ടൈറ്റിൽ വന്നു, ചാനലിൻ്റെ പേര് വന്നു, ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, ഷെയർ, പ്രൊമോട്ട്, ആസ്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം, അതിലാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു വിൻഡോ, ആസ്ക് അബൌട്ട് ദിസ് വീഡിയോ എന്നൊരു ഹെഡിങ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ബാക്ക് പോവും. ഡ്രാഗ് ഹാൻഡിൽ ബട്ടൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ, ക്ലോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ബാക്ക് പോവും. ഓക്കെ, എന്താണ് കാണുന്നത്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി ഞങ്ങളുണ്ട് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ താഴെ കുറച്ച് സജഷൻസ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ചോദിക്കേണ്ടത് ഉറപ്പില്ല, അതുകൊണ്ട് ഇതിനകത്തുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നൊരു ഓപ്ഷനാണ്. സമ്മറൈസ് ദ വീഡിയോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സമ്മറൈസ് ദ വീഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഉണ്ട് സമ്മറൈസ് ദ വീഡിയോ, അതിൽ ക്ലിക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന റെസ്പോൺസാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയുള്ള ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഓവർവ്യൂ AI തന്നിട്ടുണ്ട്. ഇപ്പോൾ ടോക്ക് ബാക്കിൻ്റെ ശബ്ദം കേൾക്കുന്നത് എന്ത് കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ AI റെസ്പോൺസ് എന്നപ്പോൾ ഫോൺ ജസ്റ്റ് ഒന്ന് ഹാങ് ആയി, അതുകൊണ്ടാണ്. അപ്പോൾ ടോക്ക് ബാക്കിൻ്റെ ശബ്ദം കേൾക്കുന്നു, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, അപ്പം സമ്മറൈസ് ദ വീഡിയോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ താഴെയുള്ള ഓപ്ഷനാണിത്. ഇവിടെ ടൈം സ്റ്റാമ്പുകൾ എന്ന് വെച്ചാൽ ഇതിൽ ഓരോ സമയങ്ങളിൽ ഇന്നതാണ് കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ ഞാൻ വായിക്കാത്തതാണ്, കാരണം ചിലപ്പോൾ chess.comൻ്റെ വീഡിയോ കാണണമെന്ന് ആഗ്രഹം ഉള്ളവരുണ്ടല്ലോ, അപ്പോൾ അവർ വീഡിയോ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഈ ഓരോ നമ്പർ പറയുന്നത് 236, 334, അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് ആ 3 മിനിറ്റ് 34 സെക്കൻഡ്, 2 മിനിറ്റ് ആ ഓപ്ഷനിൽ നമ്മൾ പോകും. ഓക്കെ, ഇത് തംസ് അപ്പ്, ഇത് നമ്മളെ ലൈക്ക് ചെയ്യാനുള്ള ചിഹ്നം എന്ന് വെച്ചാൽ റെസ്പോൺസ് നല്ലതാണെന്ന് കാണിക്കാനുള്ള ചിഹ്നമാണ്.
ഓക്കെ, തംസ് ഡൗൺ എന്ന് വെച്ചാൽ ഇത് കൊള്ളില്ല എന്നുള്ളതാണ്. പിന്നെ AI മിസ്റ്റേക്ക് വരുത്താം, അതുകൊണ്ട് നമ്മൾ എപ്പോഴും വെരിഫൈ ചെയ്തിട്ട് മാത്രം കാര്യങ്ങൾ വിശ്വസിക്കുക എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, ഏത് സ്ക്രീൻ റീഡറാണ് ആപ്പിൽ വർക്ക് ചെയ്യുന്നത്? ഇത് സജഷനാണ് കേട്ടോ. നമുക്കിതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ആൻസർ AI തരും. ഓക്കെ, മെമ്പർഷിപ്പിനെ കുറിച്ചൊരു ചോദ്യം. പിന്നെ ഇതിൽ ടൈം കൺട്രോൾ എങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെ ചോദ്യം. ഇവിടെ ടൈപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ എന്തെങ്കിലും നമുക്ക് വെറുതെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വെറുതെ ഒരു ഹായ് ടൈപ്പ് ചെയ്ത് നോക്കാം. എന്തൊക്കെയായി പോയി, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ഇത് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് വെറുതെ സമയം കളയണ്ട എന്നുള്ള രീതിയിലുള്ളതുകൊണ്ട് വെറുതെ ഞാനിവിടെ കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കണ്ടോ, ഇതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റൂ. ഓക്കെ, ഇവിടെ കോച്ചിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിൽ എന്തൊക്കെ ടൈപ്പ് ടൂർണമെൻ്റാണുള്ളത്, അങ്ങനെ കുറേ ചോദ്യമുണ്ട്. അപ്പോൾ ഹൗ ഡു സ്ക്രീൻ റീഡേഴ്സ് അനൗൺസ് എംപ്റ്റി സ്ക്വയർസ്, അതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് ലോഡായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, 14 മിനിറ്റ് 13 സെക്കൻഡ് മുതൽ 14 മിനിറ്റ് 25 സെക്കൻഡ് വരെയുള്ള ഈ സമയത്താണ് ഈ കാര്യം പറയുന്നത്. ഈ 14:13 എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇത് പറയുന്ന സ്ഥലത്തെത്തും. 14:25 എന്ന് വെച്ചാൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അതിൻ്റെ ബാക്കി തൊട്ടെത്തും. ഓക്കെ, ഞാനിപ്പോൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് മലയാളം വീഡിയോ കൊണ്ട് മലയാളത്തിലാണ് റെസ്പോൺസ്, ഹിന്ദി വീഡിയോ കൊണ്ട് ഹിന്ദിയിലായിരിക്കും റെസ്പോൺസ്. ഓക്കെ, നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചാലും ചില സമയത്ത് മലയാളത്തിലെ റെസ്പോൺസ് തരും. ഇത് മലയാളം വീഡിയോ ആയതുകൊണ്ട്. ഇംഗ്ലീഷ് വീഡിയോ ആണെങ്കിൽ ഇംഗ്ലീഷിൽ തരും. ജെമിനി ആയതുകൊണ്ട് മലയാളം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് വളരെ നല്ല ഫീച്ചറാണ്, ടൈപ്പ് ചെയ്തും ചോദിക്കാം. പക്ഷേ വോയിസിൻ്റെ ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല, ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇനി ഈ ഫീച്ചർ ഇമ്പ്രൂവ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.